നമസ്കാരം. അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. അക്ഷരമക്ഷയ നിധിയാകുന്നു അലയാഴികളിൽ ചുഴിമലരികളിൽ മറുകര കാണാതുഴലുമ്പോൾ ഒരു നക്ഷത്രച്ചിരിയായി നീയൻ പ്രാണനിൽ വന്നേ നിറയുന്നു. അരൂരിലെ പ്രമുഖ മാധ്യമപ്രവർത്തകനും കവിയുമായ കുഞ്ഞുമോൻ അരൂരിൻ്റെ ചിന്തകളിൽ കുടിയിരുന്ന അക്ഷയനിധിയായ അക്ഷരങ്ങളുടെ കൂട്ടായ്മ മറുകരയണഞ്ഞു. കവിതകളുടെ പ്രവാഹം ആരംഭിച്ചു. 2025 ജനുവരി 26 ഞായറാഴ്ച വൈകിട്ട് അരൂർ തൈക്കാളമുറി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കുഞ്ഞുമോൻ അരൂർ എന്ന കൃതഹസ്ഥനായ കവി എഴുതിയ പോത്തെന്ന കവിതാ സമാഹാരം സമ്പന്നമായ സഹൃദയ സദസ്സിൽ പ്രകാശനം ചെയ്യപ്പെട്ടു. പുസ്തകത്തിൻ്റെ ആദ്യ പ്രതി അരൂരിലെ സാംസ്കാരിക പ്രവർത്തകനായ KS പ്രദീപ് കുമാറിന് കൈമാറിക്കൊണ്ട് സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെ മുൻ സെക്രട്ടറിയും മാധ്യമപ്രവർത്തകനുമായ MV ബെന്നി പ്രകാശന കർമ്മം നിർവഹിച്ചു. KS പ്രദീപ് കുമാർ സ്വാഗതം ആശംസിച്ചു. തൊണ്ണൂറുകളുടെ അവസാന ഭാഗത്തിൽ നമ്മുടെ വിജയാംബിക ഗ്രന്ഥശാലയിൽ അന്ന് കുഞ്ഞുമോനെ കാണുമ്പോൾ ഒരല്പം തിരക്കിലാണ്. തിരൂര് തുഞ്ചപ്പറമ്പിൽ ഒരു കവിതാ ക്യാമ്പുണ്ട്. എനിക്ക് ആ കവിതാ ക്യാമ്പിൽ പങ്കെടുക്കണം. ഞാൻ അതിൻ്റെ തിരക്കിലാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നി. കാരണം നമ്മുടെ നാട്ടിൽ അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു വ്യക്തി കവിത ഒക്കെ ഇത്രയും വലിയ ഒരു ക്യാമ്പിൽ, പിന്നെ അങ്ങനെ നിരവധി പ്രമുഖ സാഹിത്യകാരന്മാർ പങ്കെടുക്കുന്ന ക്യാമ്പിലാണ് കുഞ്ഞുമോൻ പോയത്. കിട്ടുന്ന ഒരു കഴിവല്ല, വളരെ അപൂർവം പേർക്ക് മാത്രമാണ് കവിയാകുവാനുള്ള, കവിത എഴുതുവാനുള്ള കഴിവ് ഉണ്ടാകുന്നതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അരൂർ MLAയും ഗായികയുമായ ദലീമ ജോജോ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു. കവിയും രാഷ്ട്രീയ പ്രവർത്തകനുമായ KK അജയഘോഷ് അധ്യക്ഷത വഹിച്ചു. ഇത്തരം കവിതകൾ രചിക്കുന്ന കുഞ്ഞുമോന് അത് പ്രചോദനവുമാണ്. യാത്രയയപ്പ് യോഗമാണ്. നമ്മളിന്നിപ്പോൾ കുഞ്ഞുമോൻ രചിച്ച പോത്ത് എന്ന കാവ്യസമാഹാരം ഇവിടെ നിന്ന് യാത്രയാക്കുക. ഇനി ഈ കാവ്യസമാഹാരത്തിൽ കുഞ്ഞുമോന് യാതൊന്നും ചെയ്യാനില്ല. കുഞ്ഞുമോൻ്റെ അഭിപ്രായം പ്രസക്തവുമല്ല. അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്നത് വരെ തിരുത്തൽ വരുത്താനും മാറ്റി എഴുതാനും ഒക്കെ അദ്ദേഹത്തിന് അവസരമുണ്ട്. അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ മുന്നിൽ ആ കാവ്യസമാഹാരം എത്തിക്കഴിഞ്ഞാൽ കവിക്ക് യാതൊരു അധികാരവുമില്ല. കവി എന്നല്ല ഒരു എഴുത്തുകാരനും പിന്നൊരു അധികാരമില്ല. അതൊരു പൊതുവസ്തുവാണ്. അതേക്കുറിച്ച് വായിച്ച് ആളുകൾ അവരവരുടെ ഭാവനയ്ക്കും അവരവരുടെ ആശയത്തിനൊക്കെ പറ്റുന്ന രീതിയിൽ അത് വ്യാഖ്യാനിക്കും, പൂരിപ്പിക്കും. ചിലപ്പോൾ കവികൾക്ക് നോവും, ചിലപ്പോൾ കവികൾ സന്തോഷിക്കും. ഇതൊക്കെ എഴുത്തിൻ്റെ ഭാഗമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ മുൻ സെക്രട്ടറിയും മാധ്യമപ്രവർത്തകനുമായ MV ബെന്നി പ്രകാശന കർമ്മം നിർവഹിച്ചു. കഴിയുന്നത്ര പ്രോത്സാഹിപ്പിക്കാൻ നമ്മളെ കൊണ്ടാവുന്നത്ര ശ്രമിക്കും. പ്രമുഖ രാഷ്ട്രീയ നേതാവും അരൂർ വിജയാംബിക ഗ്രന്ഥശാല പ്രസിഡന്റുമായ CB ചന്ദ്രബാബു ആശംസകൾ നേർന്നു സംസാരിച്ചു. അതിലൂടെ അവതരിപ്പിച്ച പോത്ത്, അതുപോലെ ഏകലവ്യം, മംഗലശ്ശേരി നീലകണ്ഠൻ, അതുപോലെയുള്ള വളരെയധികം സാമൂഹ്യ വിഷയങ്ങൾ വളരെ മൂർച്ചയോടുകൂടി ഈ കവിതയിലൂടെ കൈകാര്യം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. യുവകവി അക്ബർ കവിതാ സമാഹാരം പരിചയപ്പെടുത്തി. പശു എന്ന വാഴ്ത്തപ്പെട്ട മൃഗത്തിന് ഓപ്പോസിറ്റ് എരുമയാണ് ഇന്ത്യയിലേക്ക് നമ്മൾ പാൽ തരുന്നത്. ഈ പുസ്തകത്തിന് പേര് പോത്ത് എന്നിട്ടപ്പോൾ എല്ലാവർക്കും അല്ലെന്നുണ്ട്. പോത്ത് വൃത്തികെട്ട മൃഗം, കറുത്ത മൃഗം. ആ കറുത്ത മൃഗമാണ് കവിതയിലെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം. ആ കറുത്ത മൃഗത്തെ കവിതയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് അദ്ദേഹത്തിന്റെ വ്യക്തമായ രാഷ്ട്രീയം. കവിതയുടെ രചയിതാവ് കുഞ്ഞുമോൻ അരൂർ മറുമൊഴി ചൊല്ലി. മനുഷ്യൻ അക്ഷരങ്ങളിലേക്ക് വിരൽ തൊട്ടപ്പോഴാണ് അവൻ നാം കാണുന്ന സംസ്കാരമുള്ള മനുഷ്യനായി മാറിയത്. തീർച്ചയായിട്ടും അക്ഷരമുള്ള മനുഷ്യൻ വിനാശകാരിയായി മാറുന്ന കാലത്ത്
അക്ഷരങ്ങളെ തിരിച്ചു പിടിച്ച് ഒരു വിളക്കുമാടമാകാനുള്ള ശ്രമമാണ് നമ്മൾ ഈ ചങ്ങാതിക്കൂട്ടത്തിലൂടെ, ഈ സൗഹൃദ സായാഹ്നത്തിലൂടെ ഇവിടെ പങ്കുവയ്ക്കുന്നത്. പുസ്തകം പ്രകാശനം ചെയ്യാൻ കളമൊരുക്കിയ ചങ്ങാതിക്കൂട്ടത്തിന്റെ പ്രതിനിധി KR അനീഷ് കൃതജ്ഞത രേഖപ്പെടുത്തി. പുസ്തകത്തിന്റെ തലക്കെട്ട് കവിതയായ പോത്തിന്റെ സംഗീതാവിഷ്കാരം നിർവഹിച്ചുകൊണ്ട് അരൂരിലെ നാട്ടുഗായക സംഘം കവിക്ക് ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചു. കണ്ണിലെ പുക ചൂട്ടരിച്ച് കരളിലെ തീക്കനലുമായി, കണ്ണിലെ പുക ചൂട്ടരിച്ച് കരളിലെ തീക്കനലുമായി കാടിറങ്ങി വരുന്നുണ്ട് കലന്തൻ പോത്ത്, കാടിറങ്ങി വരുന്നുണ്ട് കലന്തൻ പോത്ത്. LS അശോക് കുമാർ, അരൂർ വിഷൻ ന്യൂസ്.